ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2023-2024 മലയാളം കേരള പാഠാവലി കേട്ടോ. ആറാം ക്ലാസ്സിലെ എന്താണ് ആനുവൽ എക്സാമിനേഷൻ മലയാളം കേരള പാഠാവലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിർദ്ദേശങ്ങൾ എന്താണ് നമുക്കറിയാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണല്ലേ. 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായി ചെയ്യുക. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങൾ 4 എണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്നാമത്തെ എന്തെന്നാലേ എഴുതുക. അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 എണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി പറഞ്ഞില്ല. അപ്പോൾ അറിയുന്ന 4 എണ്ണം വേഗം എഴുതുക. ഒന്നാമത്തെ എഴുതിയ ശേഷം പിന്നെ അറിയുന്ന 4 എണ്ണം എഴുതുക അല്ലേ. 5 എണ്ണമല്ലോ. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങൾ എന്താക്കുക, സമയം ഉണ്ടെങ്കിൽ മറ്റേ ആക്ടിവിറ്റിയും കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, പ്രവർത്തനം 1 എന്താണ്? പ്രവർത്തനം 1 വായിക്കാം എഴുതാം. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും, അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോകുകയോ നല്ല കഥ, എവിടേക്ക് എന്തിന്. ഇനി അഥവാ പോകുകയാണെങ്കിൽ അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ് നിറഞ്ഞതിന് ടി പത്മനാഭൻ എഴുതിയതാണ് അല്ലേ. അപ്പോൾ വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ടല്ലേ, വിടർന്നു വരുന്നൊരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്നു അല്ലേ. ചെറിയ കണ്ണ്, അപ്പോൾ എന്താണ് ഇവിടെ? കണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ കണ്ണ് എഴുതുക കേട്ടോ. എനിക്ക് അവരെ വളരെ ഇഷ്ടമായിരുന്നു. ആരെയാണ് ഇഷ്ടം? ജാനമ്മ ടീച്ചറിനെ അല്ലേ. പിന്നെ ആദ്യം ഞാനിത് വിശ്വസിച്ചില്ല. എന്ത്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞതെന്നോ ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നതെന്നോ ചുറ്റിനുള്ള കാഴ്ചകൾ കണ്ടതെന്നോ? ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നു അല്ലേ. നെക്സ്റ്റ് എന്താണ്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കാം എന്ന് ചിന്തിക്കാൻ കാരണം എന്താ? എന്താണ്? ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ അല്ലേ. അമ്മുക്കുട്ടിയെ ഇഷ്ടമില്ലാത്തതിനാൽ മറ്റാരും സ്നേഹിക്കാതെ. എന്താണ്? ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ. ഓക്കെ, സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അവ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്താ? എന്താണ്? സങ്കടമാണ് അല്ലേ. സന്തോഷം, കാരുണ്യം, സങ്കടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കടമാണ് അല്ലേ. ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം സങ്കടമാണ്. നെക്സ്റ്റ് പ്രവർത്തനം 2 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് നമുക്ക് അറിയാനുള്ളത്? കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമെന്നുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോട് ഒരാശ പറയണമെന്നും ആ ചില്ലയിലെ അണ്ണാറക്കണ്ണനോട് ഒരു പുതിയ പഴത്തിന്റെ രുചി അറിയണം. സ്ഫടിക പാത്രത്തിലെ പരൽ മീനുകളോട് പുഴയുടെ സ്വപ്നം അറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ലാത്തതിനാൽ, നാവിൽ നാട്ടുഭാഷ വിടരാത്തതിനാൽ ഓരോന്നും വഴിയിൽ ഉപേക്ഷിച്ചു ഞാൻ പാഞ്ഞു പോകുന്നു. അഭിരാമി. സാധ്യമെന്ത് എന്ന കവിതയിൽ വരികൾ നിങ്ങൾ ആസ്വദിച്ചതാണല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താക്കുക? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം? കവിതയുടെ ആശയം വേണം അല്ലേ. ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കുക ആദ്യം. ആസ്വാദനക്കുറിപ്പ് ആദ്യം ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ വായിച്ചല്ലോ അതിൻ്റെ ആശയം എഴുതുക. പിന്നെ രചനാരീതി എഴുതുക. പിന്നെ സമൂഹത്തിലുള്ള ഒരു പ്രസക്തി എന്താണെന്ന് എഴുതുക. പിന്നെ വ്യത്യസ്തകൾ എന്നിവ പരിഗണിച്ച് സ്വന്തം കാഴ്ചപ്പാട് ഉൾക്കൊള്ളിച്ച് എന്താക്കുക? ആസ്വാദനം തയ്യാറാക്കണം കേട്ടോ. സ്വന്തം കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രധാന ആശയം കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രധാന ആശയം കണ്ടെത്തി എഴുതണം നിങ്ങൾ. പിന്നെ തലക്കെട്ടിന്റെ പ്രാധാന്യം അല്ലേ. അപ്പോൾ തലക്കെട്ടിനോട് പ്രാധാന്യം തിരിച്ചറിയും വേണം. പിന്നെ സ്വന്തം നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് കവിതയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങളത് എഴുതണം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ വാക്യഘടനയും ചിഹ്നം എന്നിവ കറക്റ്റായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതും ചെയ്യുക. ഓക്കെ, അടുത്ത ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വാനമാണോ, വാഹിനിയാണോ, മുകിലാണോ? വാനം അല്ലേ. വാനം. പ്രവർത്തനം 3 എന്താ നോക്കുക. വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എല്ലാ കിണറും വറ്റിയിരിക്കുന്നു, കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വെച്ചിരിക്കുന്ന കടത്തുവള്ളത്തിന്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തല തിരുകിയിരിക്കുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട മണലിന്റെ മുനകളിൽ അവന്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നു. ശാന്ത കടമ്മനിട്ട. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു. മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ. MP മുഹമ്മദ്. അപ്പോൾ കടമ്മനിട്ട അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും MP മുഹമ്മദിന്റെ അഭിപ്രായവും വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആ പ്രശ്നം അപ്പം തന്നിരിക്കുന്ന പോയത്തിന് പദ്യം ഉണ്ടല്ലോ അതിൻ്റെ ആ സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ എഴുതണം. പിന്നെ വിശകലനം ശക്തമായി എന്താണ് അവതരിപ്പിക്കുന്നതിനിണങ്ങിയ ഭാഷയും പ്രയോഗിക്കണം. പിന്നെന്താണ് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും അവിടെ എന്താക്കണം, നിങ്ങൾ എഴുതണം. പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ, ഇതൊക്കെയാണ് എന്താക്കേണ്ടത്, നിങ്ങൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത് കേട്ടോ. പിന്നെന്താണ് നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ എന്താക്കുക, നിങ്ങൾ ആ പോയം വായിച്ചിട്ട് നിങ്ങളതായിട്ടുള്ള വിശകലനം 2 പോയത്തിനെയും കുറിച്ച് എന്താണ് നന്നായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്, മാതൃക പോലെ മാറ്റി എഴുതുക. മര പ്ലസ് പലക, മരപ്പലക. ഇനി എന്താണ്, വെള്ളപ്പരപ്പാണ് അല്ലേ. അപ്പോൾ വെള്ളപ്പരപ്പ് വരുമ്പോൾ എങ്ങനെ വരും, അതാ വെള്ള പ്ലസ് പരപ്പ്, ഒരു പാ മതി കേട്ടോ. ഫസ്റ്റിൽ പ്ലസ് കഴിഞ്ഞിട്ട് ഒരു പാ മതി പരപ്പ്. ഓക്കെ, അപ്പോൾ വെള്ള പ്ലസ് പരപ്പ്. ദെൻ പ്രവർത്തനം 4 കേട്ടോ, ഉപന്യാസം. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനു വേണ്ടിയുള്ള ആർഭാടവും ധൂർത്തവും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളെ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ നിങ്ങൾ എന്താക്കുക, ഒരു ഉപന്യാസം തയ്യാറാക്കുക വേണ്ടത്. അപ്പോൾ എന്താക്കുക, അതിനെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം, ഈ ഇപ്പോൾ അനാചാരങ്ങളെ കുറിച്ചാണല്ലോ അല്ലേ. അപ്പോൾ അനാചാരങ്ങൾ സമൂഹത്തിന് ഏൽപ്പിക്കുന്ന വിപത്ത് ശക്തമായി നിങ്ങൾ അവിടെ എഴുതണം. അതിൻ്റെ വിപത്ത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതണം. പിന്നെ മാധ്യമങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉൾക്കൊണ്ട കാര്യങ്ങളും എന്താണ് നിങ്ങൾ ഉദാഹരണ സഹിതം അവിടെ എഴുതുക. പിന്നെ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതണം. പിന്നെ ഉപന്യാസത്തിന്റെ ഘടന, അതായത് തലക്കെട്ട്, ആമുഖം, വിശദാംശങ്ങൾ, ഖണ്ഡികാകരണം, ഉപസംഹാരം ഒക്കെ എന്താ കറക്റ്റായിട്ട് എഴുതണം. ഫസ്റ്റ് ഒരു തലക്കെട്ട് ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ആമുഖം ഉണ്ടായിരിക്കും അടുത്ത പാരഗ്രാഫിൽ, പിന്നെ അതിൻ്റെ അടുത്ത പാരഗ്രാഫ് വിശദാംശങ്ങൾ, പിന്നെ ഖണ്ഡികാകരണം അല്ലേ, അതൊക്കെ ഉപസംഹാരമൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനം 5 വർണ്ണന. സന്ധ്യക്ക് ആകാശത്ത് മേഘങ്ങൾ പല ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്ന് മോഹിച്ചിട്ടും പറന്നും മതിയാകാതെ പിന്നെയും ചുറ്റിപ്പറ്റുന്നു. കളിച്ചും മതിയാകാത്ത കുട്ടികളെ പോലെ ഇനി നിങ്ങൾ പോകൂ, ഇരുട്ടാകുന്നു എന്ന് കടൽ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ജനക്കൂട്ടം കടൽക്കരയിൽ തന്നെ തുടരുന്നു. സന്ധ്യാനേരത്തെ കടൽ തീരത്തെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണിത്. ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുമുള്ള ഒരു നാട്ടിടവഴിയുടെ പ്രഭാത കാഴ്ചയെ കുറിച്ച് വർണ്ണന തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വർണ്ണന എങ്ങനെ തയ്യാറാക്കാം, നിങ്ങൾക്ക് വർണ്ണന തയ്യാറാക്കുമ്പോൾ എന്താണ്, കാഴ്ചയുടെ സൗന്ദര്യത്തെ ഉചിതമായ വാക്കുകളിൽ നിങ്ങൾ അവതരിപ്പിക്കുക. പിന്നെന്താണ്, ഏത് വർണ്ണന ആയിക്കോട്ടെ കേട്ടോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉപന്യാസമാണെങ്കിൽ ഇതൊക്കെ എന്താണ്, ഈ പോയിന്റുകളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഈ പോയിന്റുകളൊക്കെ എന്താണ് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. ആ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന ഇതിനെ കുറിച്ചിട്ട്, ആ പദ്യത്തിനെ കുറിച്ചിട്ടോ ഗദ്യത്തിനെ കുറിച്ചിട്ടോ നിങ്ങൾ എന്താക്കണം, ആ രീതിയിൽ നിങ്ങൾ എന്താക്കണം, കറക്റ്റായിട്ട് ആ സൗന്ദര്യത്തിന് ഉചിതമായ വാക്കുകൾ അവതരിപ്പിക്കണം. പിന്നെ മുൻ അനുഭവങ്ങളുടെയും ഉദാഹരണങ്ങളുടെയൊക്കെ ഉൾക്കൊള്ളിച്ച് എന്താണ് വർണ്ണനാനുഭവം സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ, വർണ്ണിക്കുകയാണുള്ളത് അല്ലേ. അപ്പോൾ കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്താണ്, ഭാവനാംശം കലർത്തി അവതരിപ്പിക്കുക. നിങ്ങളതായിട്ടുള്ള ഭാവനയിൽ നിങ്ങൾ എന്താക്കുക, എഴുതണം. പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയും വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം എസ് കെ പൊറ്റക്കാടിന്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്, കാപ്പിരികളുടെ നാട്ടിൽ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനം 6 സംഭാഷണം. പുഴ എന്ന പാഠത്തിൽ കല്ലായിപ്പുഴയെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. സ്കൂളിൽ നിന്നും പഠനയാത്ര പോയപ്പോൾ നിങ്ങൾ കല്ലായിപ്പുഴയുടെ കിന്നാരം പറഞ്ഞു, പുഴ തിരിച്ചു. നിങ്ങൾ പല വിശേഷങ്ങളും കൈമാറി. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം എന്താണ്, സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. കുറഞ്ഞൊരു 5 സംഭാഷണമെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ അതായത് പുഴയും പിന്നെന്താണ് നിങ്ങളും തമ്മിൽ നടന്ന സംഭാഷണം എഴുതുക. അപ്പോൾ സംഭാഷണം എഴുതുമ്പോൾ എന്തൊക്കെ വേണം, സംഭാഷണത്തിൽ പരസ്പര ബന്ധവും തുടർച്ചയും പാലിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിനല്ല വേറെ എന്തോ കാര്യമാണ് പറയുക, അങ്ങനെ ആവരുത്. നിങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിനുള്ള പരസ്പര ബന്ധത്തോടു കൂടി അടുത്ത ഭാഗം എന്താണ് എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, എൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ എന്താണ് എൻ്റെ നാട് ഇവിടെയാ എന്താ കോഴിക്കോടാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ. പേരെന്താ വെച്ചാൽ പേര് കറക്റ്റായി പറയും അല്ലേ. അപ്പോൾ എന്താണ് ഒരു പരസ്പര ബന്ധം വേണം. ഓക്കെ, പിന്നെ തുടർച്ചയും പാലിക്കണം. പിന്നെ സംഭാഷണം എഴുതുമ്പോൾ ഏത് സംഭാഷണത്തിലും ഇങ്ങനെ തന്നെ വേണം കേട്ടോ. സംഭാഷണത്തിൽ എന്താണ് പരസ്പര ബന്ധവും തുടർച്ചയും പാലിക്കണം. അനുയോജ്യമായ ഭാഷ പ്രയോഗങ്ങൾ ശൈലികൾ ഉപയോഗിക്കണം. അനുയോജ്യമായ തുടക്കവും ഒടുക്കവും വാക്യഘടന എന്നിവ പാലിക്കണം. തുടർച്ച പാലിക്കണം. പിന്നെന്താണ് വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ശരിയായിട്ട് എഴുതുക. ആദ്യം അറിയുന്ന
ആദ്യം ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ട് എഴുതണം പറഞ്ഞാൽ അത് നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾ അറിയുന്ന ബാക്കി എഴുതുക. എന്നിട്ട് എന്താക്കുക, ഒഴിവാക്കിയിട്ട് ഇരുന്നത് എന്താക്കുക, ലാസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആ പ്രവർത്തനം കൂടി എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.